തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും അധികം തിരക്കുള്ള ബസ് സ്റ്റോപ്പാണ് പേരൂർക്കട ബസ് സ്റ്റോപ്പ്. ജില്ലയിലെ മലയോര ഗ്രാമങ്ങളിലേക്ക് പോകുന്നവർ പ്രധാനമായി ആശ്രയിക്കുന്നതും ഈ ബസ് സ്റ്റോപ്പാണ്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കാട്ടുവള്ളികൾ കയറി കാടുമൂടി നശിച്ച് സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇന്ന് ഈ ബസ് സ്റ്റോപ്പ്. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാട് കയറിയ കാത്തിരിപ്പ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നവീന മാതൃകയിൽ നിർമ്മിച്ച നിലവിൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പിനെ കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും അധികം തിരക്കുള്ള പേരൂർക്കട ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ മേൽക്കൂര പൂർണ്ണമായി നിർമ്മിച്ചിരിക്കുന്നത് കാട്ടുവള്ളികൾ ഉപയോഗിച്ചാണ്. കെ മുരളീധരൻ വർഷങ്ങൾക്ക് മുൻപ് MLA ആയിരുന്ന സമയത്ത് വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് പേരൂർക്കട ജംഗ്ഷനിലെ ഈ ബസ് സ്റ്റോപ്പ്. പക്ഷേ പിന്നീടുള്ള 10 വർഷ കാലയളവിൽ ബസ് സ്റ്റോപ്പിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ഒരു മഴയത്തും കാറ്റത്തും ആ ബസ് സ്റ്റോപ്പിൽ മൂടി ഉണ്ടായിരുന്നത് കാറ്റടിച്ച് പറന്നുപോയി. കാട് മൂടി കിടക്കുന്ന 10 വർഷമായി. ഈ മഴയത്ത് കൊച്ചുങ്ങളെ കൊണ്ടുവന്ന ഓട്ടം പിടിച്ചാണ് ആളുകൾ ഓടുന്നത്. ഈ വെയിലത്തും ചൂടത്തും ആളുകൾ എന്ത് ചെയ്യും? മഴയായാലും വെയിലായാലും പൊതുജനങ്ങൾക്ക് ഈ ബസ് സ്റ്റോപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല. മേൽക്കൂരയിലെ ഷീറ്റുകൾ പൂർണ്ണമായി നശിച്ചുപോയി. അതിനു പകരം കാട്ടുവള്ളികൾ മേൽക്കൂരയായി. സന്ധ്യ മയങ്ങിയാൽ മദ്യപാനികൾക്ക് താവളമാണ് ഈ ബസ് സ്റ്റോപ്പ്. നാട്ടുകാർ ഉപയോഗിക്കുന്നതിന് പോയും ഉപയോഗശൂന്യമാക്കിയാണ് പെട്ടിരിക്കുന്നത്. സാധനങ്ങൾ ഇളക്കിക്കൊണ്ട് കച്ചവടം ചെയ്ത് ഇവിടെ അടുത്ത് ഇത് ബിവറേജ് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് സാധനം ഇളക്കിക്കൊണ്ട് പോകുന്നു, വിൽക്കുന്നു, സാധനം വാങ്ങിച്ച് പെട്ടി പോകുന്നു. അറ്റകുറ്റപ്പണിക്കുള്ള സമയം കൊടുത്തില്ലല്ലോ. ഇത് വെച്ചു കുറേ കഴിഞ്ഞ് സാധനങ്ങൾ ഓരോന്നായിട്ട് പോയി തുടങ്ങി. നാട്ടുകാർ വന്നാൽ മഴയത്ത് കയറി നിൽക്കാനുള്ള സൗകര്യമില്ല, വെയിൽ വന്നാലും കയറി നിൽക്കാൻ ഒരു സൗകര്യമില്ല. വർഷങ്ങൾക്ക് മുൻപ് പുറമ്പോക്ക് ഭൂമിയിൽ ഇവിടെ താമസമുണ്ടായിരുന്ന 50ഓളം കുടുംബങ്ങളെ ഒഴിപ്പിച്ച ശേഷമാണ് ഈ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത്. പക്ഷേ ആ നിർമ്മിതി ഇന്ന് നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയാണ് ഈ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത്. നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ആയിരക്കണക്കിന് ബസ് സ്റ്റോപ്പുകളുണ്ട്. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ഇതിനുള്ള കാരണം. സാധാരണക്കാരുടെ നികുതി പണമാണ് ഇങ്ങനെ പാഴായി പോകുന്നത്. സന്തോഷ് ചേകവർക്കൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. രഘുനന്ദൻ പറയുന്നു, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും പരിപാലനമില്ലാതെ നശിക്കുന്നു എന്നാണ് രഘുനന്ദൻ തിരുമുല്ലവാരം പറയുന്നത്. ഏതായാലും ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ദുരവസ്ഥ അത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. ആ നാട്ടിൽ പേരൂർക്കടയിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ലേ എന്ന് മറ്റിടങ്ങളിലെ ജനങ്ങൾ ചോദിച്ചു പോകും. അവിടെ പ്രതികരണശേഷിയുള്ള ആൾക്കാരില്ലേ എന്ന് മറ്റുള്ളവർ ചോദിച്ചു പോകുന്ന നിലയിലാണ്. ഇപ്പോൾ ചൂടുകാലമാണ്. ആ ബസ് സ്റ്റോപ്പിൽ കയറുന്നവർ പാമ്പ് കടി ഏൽക്കാതെ രക്ഷപ്പെട്ടാൽ നല്ലത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.